ഹായ് എവരിവൺ, ഞാൻ രമേശ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെയുള്ളത് ടൊയോട്ടയുടെ ഹൈലൻഡർ എന്ന് പറഞ്ഞ വാഹനമാണ്. ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. ഇതാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ടയുടെ ഹൈലൻഡർ എന്ന് പറഞ്ഞ വാഹനം. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വേരിയൻറ്റ് ഫുൾ ഓപ്ഷൻ വേരിയൻ്റാണ്. വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന ഒരു പ്രൊജക്ടർ ഹെഡ് ലാമ്പാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതിൽ തന്നെ താഴെയായിട്ട് ഡേ ടൈം റണ്ണിങ് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ഈ വാഹനത്തിൻ്റെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുള്ളത്. തൊട്ട് താഴെ ഈ ഒരു ഭാഗത്ത് ഫോഗ് ലാമ്പ് വന്നിരിക്കുന്നു. ഫോഗ് ലാമ്പിൻ്റെ ചുറ്റും മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൻ്റെ താഴ്ഭാഗത്തായിട്ട് എയർ ഇൻടേക്ക് പോലൊരു സ്പേസ് കൊടുത്തിരിക്കുന്നു. താഴെ ബമ്പറിൽ പാർക്കിംഗ് സെൻസേഴ്സ് വന്നിരിക്കുന്നു. ബമ്പറിൻ്റെ താഴ്ഭാഗം ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇവിടെ വലിയൊരു എയർ ഡാം കൊടുത്തിരിക്കുന്നു. അതിന് തൊട്ട് മുകളിലായിട്ട് ഹൈലൻഡർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വളരെ വലിയൊരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. അതൊരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷിലൊരു 3D ഡിസൈനോട് കൂടിയ ഒരു ഗ്രില്ലാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന് ചുറ്റിലും ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. അതിൻ്റെ മധ്യത്തിലായിട്ട് ഫ്രണ്ട് ക്യാമറ കൊടുത്തിരിക്കുന്നു. ഗ്രില്ലിൻ്റെ മുകളിലായിട്ട് ടൊയോട്ടയുടെ 3D ഡിസൈനിലുള്ളൊരു ലോഗോ കൊടുത്തിരിക്കുന്നു. അതിൽ നീല നിറത്തിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അത് ഈ വാഹനം ഹൈബ്രിഡാണ് എന്നതിനെ സൂചിപ്പിക്കുന്നു. വളരെ വലിയൊരു ബോണറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ബോണറ്റിൽ ക്യാരക്ടർ ലൈനുകളും മറ്റും കൊടുത്തിരിക്കുന്നു. വാഹനത്തിൻ്റെ വശക്കാഴ്ചയിലേക്ക് വരുമ്പോൾ പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന ബോഡി ലൈനുകൾ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഓരോ പ്രത്യേക രീതിയിലുള്ള കട്ടുകളൊക്കെ കൊടുത്തിരിക്കുന്നു. അത് ഈ വാഹനത്തിൻ്റെ ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ടയർ സൈസ് വരുന്നത് 235/55 R20 വളരെ വലിയൊരു വീലാർച്ചാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. വീലാർച്ചിന് ചുറ്റും ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഗ്ലോസി ക്രോമിയം ഫിനിഷിലുള്ള വളരെ ഭംഗിയുള്ള ഒരു അലോയ് വീലാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ മധ്യത്തിലായിട്ട് ടൊയോട്ടയുടെ ലോഗോ കൊടുത്തിരിക്കുന്നു. ഫ്രണ്ട് ഡോറിൻ്റെ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് ഹൈബ്രിഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിലാണ് സൈഡ് വ്യൂ മിറേഴ്സ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിരിക്കുന്നു. ടേൺ ഇൻഡിക്കേറ്റേഴ്സിൻ്റെ ചുറ്റിലുമായിട്ടൊരു ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. മിററിൻ്റെ താഴെയായിട്ട് ക്യാമറ കൊടുത്തിരിക്കുന്നു. ഡോർ പാഡിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ക്രോമിയം ലൈനിങ് കൊടുത്തിരിക്കുന്നു. അത് പുറകുവശത്തെ കോർണർ ഗ്ലാസിൻ്റെ മുകളിലായിട്ട് അവസാനിക്കുന്നു. വാഹനത്തിൻ്റെ ABC പില്ലറുകളെല്ലാം ഒരു ഗ്ലോസി ബ്ലാക്ക് ഫിനിഷ് നിറത്തിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസൊക്കെ ബോഡി കളറിൽ തന്നെയാണ് വന്നിട്ടുള്ളത്. പുറകിലെ വീലാർച്ചിലും ആ ഒരു മാറ്റ് ബ്ലാക്ക് ഡിസൈൻ കൊടുത്തിരിക്കുന്നു. വളരെ സിമ്പിൾ അതുപോലെ തന്നെ ഒരു എലഗൻറ്റ് ലുക്കിലാണ് ഈ വാഹനത്തിൻ്റെ പിൻഭാഗം ടൊയോട്ട ഡിസൈൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഭംഗിയുള്ള ഒരു LED ടെയിൽ ലാമ്പ് യൂണിറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. അത് വശങ്ങളിലേക്ക് കയറി നിൽക്കുന്ന രീതിയിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ആ ഒരു ഡിസൈൻ ഈ വാഹനത്തിൻ്റെ വശക്കാഴ്ചയിൽ നിന്ന് ഒരു പ്രത്യേക ഭംഗി സമ്മാനിക്കുന്നുണ്ട്. ടെയിൽ ലാമ്പിൻ്റെ താഴത്തായിട്ട് ഹൈബ്രിഡ് എന്നുള്ള ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിന് തൊട്ട് താഴെയായിട്ട് ലിമിറ്റഡ് എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. ബമ്പറിൻ്റെ ഏറ്റവും താഴ്ഭാഗം ഒരു ഗ്ലോസി ഗ്രേ ഫിനിഷിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൻ്റെ ഈ ബമ്പറിൻ്റെ കോർണറിലായിട്ട് ഒരു റിവേഴ്സ് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. അതിന് ചുറ്റും ഒരു ബ്ലാക്ക് മാറ്റ് ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അത് വീലാർച്ചിലേക്ക് കണക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് പാർക്കിംഗ് സെൻസേഴ്സ് വന്നിരിക്കുന്നു. ടൊയോട്ട ഹൈലൻഡറിൻ്റെ ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് റിവേഴ്സ് ക്യാമറ വന്നിരിക്കുന്നു.
മധ്യത്തിലായിട്ട് ടയോട്ടയുടെ 3D ഡിസൈനിലുള്ള ലോഗോ കൊടുത്തിരിക്കുന്നു. അതിന് മുകളിലായിട്ട് റിവേഴ്സ് വൈപ്പേഴ്സ് വന്നിരിക്കുന്നു. ഇടതുഭാഗത്ത് താഴെയായിട്ട് ഹൈലൻഡർ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിരിക്കുന്നു. വളരെ ഭംഗിയുള്ളൊരു സ്പോയിലറാണ് ഈ വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. അതിലിങ്ങനെ ഒരു കട്ടിങ് കൊടുത്തിരിക്കുന്നു. അതിന് മധ്യത്തിലായിട്ട് ബ്രേക്ക് ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും കോമ്പിനേഷനിലുള്ള ഒരു എലഗൻ്റ് ആയിട്ടുള്ള ഇൻറ്റീരിയറാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. ഇലക്ട്രിക്കലി 8 രീതിയിൽ അഡ്ജസ്റ്റബിൾ ചെയ്യാൻ കഴിയുന്ന കോ ഡ്രൈവർ സീറ്റുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സീറ്റ് അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ ബട്ടൺസൊക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ വളരെയധികം തൈ സപ്പോർട്ട് അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. ബീജ് നിറത്തിലുള്ള ഒരു ലെതർ ഫിനിഷിലാണ് ഈ വാഹനത്തിൻ്റെ സീറ്റുകളൊക്കെ ചെയ്തെടുത്തിട്ടുള്ളത്. ബ്ലാക്കിൻ്റെയും ബീജിൻ്റെയും കോമ്പിനേഷനിൽ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഡാഷ്ബോർഡും ചെയ്തെടുത്തിട്ടുള്ളത്. വളരെ എലഗൻ്റ് ആയിട്ടുള്ള ഒരു ഡാഷ്ബോർഡാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. ഡ്യുവൽ ടോൺ ഫിനിഷിലുള്ള ലെതർ റാപ്ഡ് സ്റ്റിയറിംഗ് വീലാണ് ഈ വാഹനത്തിന് വന്നിരിക്കുന്നത്. സ്റ്റിയറിങ്ങിൻ്റെ മധ്യത്തിലായിട്ട് ടയോട്ടയുടെ 3D ലോഗോ കൊടുത്തിരിക്കുന്നു. അതുപോലെ അലുമിനിയം ഫിനിഷിങ്ങുള്ള ഒരു ലൈനിങ് കൊടുത്തിരിക്കുന്നു. സ്റ്റിയറിങ്ങിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഒരു ഗ്ലോസി ഫിനിഷുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. സെൻട്രൽ കൺസോളിലേക്ക് വരുമ്പോൾ 12 ഇഞ്ച് വലുപ്പമുള്ള വലിയൊരു ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. അതിന് താഴെയായിട്ട് കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. AC വെൻറ്റുകൾ കൊടുത്തിരിക്കുന്നു. അതിലൊരു ക്രോമിയം ഫിനിഷുള്ള ഭാഗം കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ട് വയർലെസ് ചാർജിങ് സ്പോട്ട് കൊടുത്തിരിക്കുന്നു. അതുപോലെ താഴ്ഭാഗത്തായിട്ട് പവർ സോക്കറ്റുകൾ കൊടുത്തിരിക്കുന്നു. ചെറിയൊരു സ്റ്റോറേജ്, നമ്മുടെ ഫോണൊക്കെ വെക്കാൻ പറ്റിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിരിക്കുന്നു. ഇടതുഭാഗത്തായിട്ട് എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ കൊടുത്തിരിക്കുന്നു. ഒരു പ്രത്യേക ഡിസൈനിലാണ് ഇതിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ആയിരിക്കുന്ന യൂണിറ്റ് ചെയ്തിരിക്കുന്നത്. അതിനു ചുറ്റും ഒരു മാറ്റ് ഗ്രേ ഫിനിഷുള്ളൊരു ഭാഗം കൊടുത്തിരിക്കുന്നു. ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോട് കൂടിയ വാഹനമാണിത്. ഗിയർ നോബ് കൊടുത്തിരിക്കുന്നു. ഡ്രൈവിംഗ് മോഡുകൾ, അതിൻ്റെ കൺട്രോൾ സ്വിച്ചുകളൊക്കെ കൊടുത്തിരിക്കുന്നു. 2 ബോട്ടിലുകൾ വെക്കാൻ പറ്റുന്ന ഒരു കപ്പ് ഹോൾഡർ കൊടുത്തിരിക്കുന്നു. ലെതർ ഫിനിഷോട് കൂടിയ ഒരു ആംറസ്റ്റാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. നമ്മൾ ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സാധനം പുറകിലേക്ക് പോകും. അത്യാവശ്യം ഡീപ്പായിട്ടുള്ള ഒരു ഗ്ലൗ ബോക്സാണ് ഈ വാഹനത്തിന് വരുന്നത്. നല്ല ഒരു ഡെപ്ത് ഉണ്ട് ഇതിന്. അതിലൂടെ ഒരു ട്രേ കൊടുത്തിരിക്കുന്നു. ഓട്ടോ ഡെമിംഗ് മിറർ കൊടുത്തിരിക്കുന്നു. വളരെ വലിയൊരു പനോറമിക് സൺറൂഫാണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ ഒരു ഭാഗത്ത് പനോറമിക് സൺറൂഫിൻ്റെ കൺട്രോൾ സ്വിച്ചുകളും മറ്റും കൊടുത്തിരിക്കുന്നു. റീഡിംഗ് ലാമ്പ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു സൺഗ്ലാസ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് ഫ്രണ്ടിലെ ഡോർ പാഡും ചെയ്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബോട്ടിൽ ഹോൾഡർ കൊടുത്തിരിക്കുന്നു. അത്യാവശ്യം പേപ്പേഴ്സൊക്കെ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് പവർ വിൻഡോയുടെയും മറ്റും കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. മിറർ അഡ്ജസ്റ്റ്മെൻറ്റ് സ്വിച്ചുകൾ കൊടുത്തിരിക്കുന്നു. അതിൻ്റെ സൈഡിലായിട്ട് ഒരു അലുമിനിയം ഫിനിഷുള്ള ഒരു ബോർഡർ ലൈൻ കൊടുത്തിരിക്കുന്നു. തൊട്ട് മുകളിലായിട്ട് ഒരു വുഡിൻ്റെ ഫിനിഷുള്ള ഒരു പാർട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ഡോർ ഹാൻഡിൽ കൊടുത്തിരിക്കുന്നു. പുറകിലെ ഡോർ പാഡും ഒരു ഡ്യുവൽ ടോൺ ഫിനിഷിൽ തന്നെയാണ് വരുന്നത്. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. പവർ വിൻഡോയുടെ കൺട്രോളുകൾ കൊടുത്തിരിക്കുന്നു. ഈ ഭാഗത്തും ഒരു വുഡൻ ടെക്സ്ചറിലുള്ള ഒരു ഭാഗം കൊടുത്തിരിക്കുന്നു. അതിൽ ക്രോമിയം ഫിനിഷിൽ ഡോർ ഹാൻഡിൽസ് വന്നിരിക്കുന്നു. പിന്നെ ഈ ഒരു ഭാഗത്ത് ഒരു സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നു. ബാക്കിലെ സീറ്റിന് ഒരു മാനുവലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സൺ ബ്ലൈൻഡ് കൊടുത്തിരിക്കുന്നു. രണ്ടാം നിരയിലെ സീറ്റുകൾക്ക് വളരെയധികം ലെഗ് സ്പേസ് ഈ വാഹനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വളരെയധികം തൈ സപ്പോർട്ട് അതുപോലെ ബാക്ക് സപ്പോർട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സീറ്റുകളാണ് ഈ വാഹനത്തിന് വന്നിട്ടുള്ളത്. മധ്യത്തിലായിട്ട് ചെറിയൊരു ടണലുണ്ട്. അത്രത്തോളം ഉയരമില്ല. അതുകൊണ്ട് 3 പേർക്ക് വളരെ ഭംഗിയായിട്ട് സുഖസുന്ദരമായിട്ട് ഈ വാഹനത്തിൽ രണ്ടാം നിരയിൽ യാത്ര ചെയ്യാം. ഈ ഒരു ഭാഗത്ത് പുറകിലെ യാത്രക്കാർക്കായിട്ട് AC
കൺട്രോൾ ചെയ്യാനുള്ള സ്വിച്ചുകളോ കാര്യങ്ങളോ കൊടുത്തിരിക്കുന്നു. അതുപോലെ ടെമ്പറേച്ചർ അതിൻ്റെ ഒരു ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നു. ഏറ്റവും താഴ്ഭാഗത്തായിട്ട് പവർ സോക്കറ്റുകൾ കൊടുത്തിരിക്കുന്നു. ഈ വാഹനം ഒരു 7 സീറ്റർ വാഹനമായതുകൊണ്ട് തന്നെ പുറകിലെ യാത്രക്കാർക്കെല്ലാം AC വെൻറ്റുകൾ ഈ വാഹനത്തിൻ്റെ റൂഫിലാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടാം നിരയിലെ AC വെൻറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ മൂന്നാം നിരയിലേക്കുള്ള AC വെൻറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ ഒരു ആംറസ്റ്റ് വന്നിരിക്കുന്നു. ആംറസ്റ്റിനകത്ത് 2 ബോട്ടിൽ ഹോൾഡേഴ്സ് കൊടുത്തിരിക്കുന്നു. മൂന്നാം നിരയിലേക്ക് എൻട്രി ചെയ്യാനായിട്ട് സീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റുകളെല്ലാം ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ഈ വാഹനത്തിൻ്റെ 3rd റോ സീറ്റ്. ഈ ഒരു ഭാഗത്ത് കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. വളരെ കുറഞ്ഞൊരു ലെഗ് റൂമാണ് മൂന്നാം നിര സീറ്റിന് വരുന്നത്. മൂന്നാം നിരയിൽ ഉള്ള യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ 2 ബോട്ടിലുകൾ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിരിക്കുന്നു. അത് 2 വശത്തും അതുപോലെ കൊടുത്തിട്ടുണ്ട്. 2.5 ലിറ്റർ 4 സിലിണ്ടർ ഹൈബ്രിഡ് ഇലക്ട്രിക് എഞ്ചിനോട് കൂടിയാണ് ഏറ്റവും പുതിയ ടൊയോട്ട ഹൈലൻഡർ വരുന്നത്. ഈ വാഹനം നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 240 ഹോഴ്സ് പവറാണ്. ECVT ട്രാൻസ്മിഷനോട് കൂടി വരുന്ന ഈ ഒരു വാഹനം നൽകുന്ന മൈലേജ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഫ്യൂവലിന് 19.3 കിലോമീറ്ററാണ്. പ്രധാനമായും 6 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സിൽവർ എന്ന് പറഞ്ഞ ഈ ഒരു മോഡൽ, അതുപോലെ തന്നെ വൈറ്റ്, ബ്ലാക്ക്, ബ്ലൂ, ഗ്രേ, റെഡ് എന്നിങ്ങനെയുള്ള 6 നിറങ്ങളിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് വരുന്നത് 4950 mm, അതുപോലെ തന്നെ വിഡ്ത്ത് വരുന്നത് 1930 mm, അതുപോലെ തന്നെ ഹൈറ്റ് വരുന്നത് 1730 mm ആണ്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൊയോട്ട ഹൈലാൻഡർ ഫുൾ ഓപ്ഷൻ ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഈ വാഹനത്തിൻ്റെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത് 2,03,000 റിയാലാണ്. ഇത്രയൊക്കെയാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ട ഹൈലാൻഡറിൻ്റെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.